നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജി എതിരേറ്റ് പ്രധാന വാർത്തകൾ. നെല്ല് ചുമടുമായി ബന്ധപ്പെട്ട ആലപ്പുഴ ജില്ലാ ലേബർ ഓഫീസർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ചുമട്ടുതൊഴിലാളി യൂണിയൻ കുട്ടനാട് താലൂക്ക് സെക്രട്ടറി KD മോഹനൻ. മലിനമാകുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ. ചമ്പക്കുളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പരിസരം ചീഞ്ഞു നാറുന്നു. അനാഥമാകുന്ന അമ്മാവൻ വണ്ടി ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് PWD. വിശദമായ വാർത്തകൾ. നെല്ല് ചുമടുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലാ ലേബർ ഓഫീസർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതായി പരാതി. നെല്ല് ചുമക്കുന്നത് കർഷകർക്കും മറ്റ് ആർക്കും ചുമക്കാമെന്ന ലേബർ ഓഫീസറുടെ പരാമർശത്തിനെതിരെയാണ് പരാതി. ഇപ്പോൾ ആരൊക്കെയാണോ നെല്ല് ചുമക്കുന്നത് അവർ തന്നെ ചുമക്കട്ടെ എന്നാണ് തിരുവനന്തപുരം IRCയുടെ തീരുമാനം. ഇതിന് വിരുദ്ധമായാണ് ലേബർ ഓഫീസർ പറഞ്ഞതെന്നും ഇത് വാസ്തവവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമാണെന്ന് കുട്ടനാട് താലൂക്ക് ചുമട്ടുതൊഴിലാളി യൂണിയൻ താലൂക്ക് സെക്രട്ടറി KD മോഹനൻ പറഞ്ഞു. പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തി. അത് KCV ഇന്നലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതാണ്. നിലവിൽ നെല്ലെടുക്കുന്ന ആളുകൾക്ക് നെല്ലെടുക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറഞ്ഞ IRC തീരുമാനിച്ചത് നെല്ല് ആർക്കും എടുക്കാം, ഇത് കർഷക തൊഴിലാളികളുടെ ജോലിയാണ്, കർഷക തൊഴിലാളികൾക്കോ കൃഷിക്കാർക്കോ ആർക്ക് വേണമെങ്കിലും നെല്ലെടുക്കാമെന്നുള്ള രീതിയാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു തീരുമാനം IRC എടുത്തിട്ടില്ല. IRCയിലെ ഒരു യൂണിയൻ കർഷക തൊഴിലാളികളുടെ ജോലിയാണ് നെല്ലെടുപ്പ് എന്ന അവകാശവാദം ഉന്നയിച്ചു. അതുകൊണ്ട് അവർക്ക് വേണ്ടി തീരുമാനിക്കണമെന്ന് പറഞ്ഞപ്പോൾ മറ്റ് അംഗങ്ങളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ആ ആവശ്യം നിരാകരിക്കുകയാണുണ്ടായത്. നല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊഴിൽ സ്ഥാപനത്തിൻ്റെ ഒരു തൊഴിൽ വകുപ്പിൻ്റെ ആള് ഇത്തരം ഒരു പ്രസ്താവന നടത്തി നമ്മുടെ കുട്ടനാടൻ കാർഷിക മേഖലയിൽ സംഘർഷം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിൽ ഞങ്ങൾക്ക് കുട്ടനാട് താലൂക്ക് ചുമട്ടുതൊഴിലാളിയുടെ ശക്തമായ പ്രതിഷേധമുണ്ട്. ഒരു യൂണിയൻ കർഷക തൊഴിലാളികളെ നെല്ല് ചുമക്കുവാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ആവശ്യം നിരാകരിക്കുകയാണ് IRC ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലിനമാകുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ. ചമ്പക്കുളം പ്രാഥമികാരോഗ്യ കേന്ദ്രവും പരിസരവും മാലിന്യം കുന്നുകൂടിയിട്ടും അധികൃതർക്ക് അനക്കമില്ല. ഒക്ടോബർ 2 മുതൽ 1 മാസം വരെ ആലപ്പുഴ ജില്ലയിൽ ശുചിത്വ ക്യാമ്പയിൻ നിലനിൽക്കെയാണ് ചമ്പക്കുളം ഹെൽത്ത് സെന്ററിന്റെ ഈ ഗതികേട്. ആശുപത്രിയിലേക്ക് ആവശ്യമായ ജലം എത്തിക്കുന്നതിനായി സ്ഥാപിച്ച RO പ്ലാന്റിന്റെയും പമ്പ് ഹൌസിന്റെയും പരിസരമാണ് ഏറ്റവും വൃത്തിഹീനമായിരിക്കുന്നത്. കക്കൂസ് പൈപ്പുകളും മറ്റും പൊട്ടി ഈ ഭാഗത്ത് ദുർഗന്ധം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ആശുപത്രിക്ക് സമീപം താമസിക്കുന്നവർ ഈ മലിനീകരണത്തിനെതിരെ നിരവധി പരാതികൾ ഗ്രാമപഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും ഒക്കെ നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു. കുട്ടനാട് മേഖല തന്നെ ഇപ്പൊ നമുക്ക് കുടിവെള്ളത്തിനായിട്ട് ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്. ആ സ്ഥലത്താണ് ചമ്പക്കുളം ഗവൺമെന്റ് ആശുപത്രിയുടെ പരിസരത്ത് 3 വർഷം മുമ്പ് ഒരു RO പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ആ RO പ്ലാന്റിന്റെ മുൻവശം വളരെ വൃത്തിഹീനമായി വെള്ളം കെട്ടിക്കിടക്കുകയും നിറച്ച് പുഴുക്കൾ. ഇത് ഓർക്കുക, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വാതിലാന്നുള്ളത് തന്നെ നമ്മൾ ആദ്യമായിട്ട് ഓർക്കണം. കുട്ടനാട് ഇപ്പം 2019 കൂടി തന്നെ ഗാന്ധി ജയന്തി 150 വർഷം ആഘോഷിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ശുചിത്വ ഇന്ത്യ എന്ന പദ്ധതി അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്ത ഈ അവസ്ഥയിൽ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വളരെ പ്രാധാന്യമുള്ളൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഗ്രാമീണർ മാത്രം തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയ എന്നുള്ളത് ഓർക്കണം. ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പരിസരത്തെ RO പ്ലാന്റ് ഇത്ര വൃത്തിഹീനമായിട്ട് കിടക്കുന്ന പഞ്ചായത്ത് അധികൃതരായാലും ഗവൺമെന്റ് ആയാലും അനാസ്ഥ തന്നെയാണെന്ന് പറയുകയാണ്. 12 വർഷം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ RO പ്ലാന്റ് ആകട്ടെ ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ആതുരാലയത്തിന്റെ പരിസരം തന്നെ ഇത്രയേറെ മലിനീകരിക്കപ്പെടുമ്പോൾ ഇവിടെ എത്തുന്ന രോഗികളുടെ അവസ്ഥ ആശങ്കാജനകമാണ്. അതേസമയം ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നും ഏറ്റവും അടുത്ത ദിവസം തന്നെ മാലിന്യം നീക്കം ചെയ്യുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി പറഞ്ഞു. രാമഗിരി കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പുരയിടത്തിൽ ഈ റോഡ് റോളർ കൊണ്ട് തള്ളിയിട്ട് വർഷങ്ങളാകുന്നു. 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയും ഈ വളപ്പിനുള്ളിലാണ്.
ഇവിടേക്ക് എത്തുന്ന വാഹനങ്ങൾക്കും ബാങ്കിന്റെ തന്നെ വളം ഡിപ്പോയിൽ എത്തുന്നവർക്കും ബുദ്ധിമുട്ടാവുകയാണ് ഈ റോഡ് റോളർ. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. അധികം അനന്തരവന്മാരുള്ള അമ്മാവൻ വെള്ളമിറങ്ങി ചാകില്ലെന്നാണല്ലോ പഴമക്കാർ പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായത് ഈ അമ്മാവൻ വണ്ടിക്കാണ്. പേര് കേട്ടതും പേരുദോഷം കേട്ടതുമൊക്കെയായ വകുപ്പും മന്ത്രിയും എല്ലാം ഉണ്ടെങ്കിലും വെയിലും മഴയും ഏറ്റ് നശിക്കാനാണ് അമ്മാവൻ വണ്ടിയുടെ വിധി. എന്നാൽ ഇതൊന്നും ഈ പാവത്തിന്റെ ജാതകത്തിലുള്ളതല്ല. അമ്മാവൻ വണ്ടിയുടെ ജാതകത്തിൽ ഈ ചൊവ്വാദോഷം തിരികെ കയറ്റിയത് PWDയിലെ ഉദ്യോഗസ്ഥരാണത്രേ. ഇവിടേക്ക് ഓടിച്ചു കൊണ്ടുവന്നിട്ട വണ്ടി ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ടാവുക പോലുമില്ല. അതുകൊണ്ട് വണ്ടി പൊളിച്ചെടുക്കണോ അതോ ആനയെ കൊണ്ട് കെട്ടിവലിപ്പിച്ച് ബാങ്കിന്റെ മതിലടക്കം പൊളിക്കണോ? അതൊന്നുമല്ല, താമരശ്ശേരി ചുരം 120 കിലോമീറ്റർ വേഗതയിൽ ഓടിച്ച് അവാർഡ് വാങ്ങിയ മെക്കാനിക്കിനെ വിളിക്കണോ എന്നൊക്കെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഇടയിലെ തർക്കം. അച്ചിക്ക് കൊഞ്ചുപക്ഷം, നായർക്ക് ഇഞ്ചിപക്ഷം. എന്തായാലും അമ്മാവൻ വണ്ടിയുടെ ഗതി അധോഗതി തന്നെ. അച്ചാണിയില്ലാത്ത തേർ മുച്ചാൺ ഓടുകയില്ലെന്ന് ആർക്കാണ് അറിയാത്തത്? പ്രായാധിക്യത്തിന്റെ ദൈന്യതയും അധികൃതരുടെ അനാസ്ഥയിലുമുള്ള അമർഷമാണ് ഇപ്പോൾ ഈ അമ്മാവൻ വണ്ടിയുടെ മുഖത്ത്. കരിങ്കല്ലിന്റെ കാഠിന്യവും തിളച്ച ടാറിന്റെ ചൂടും ഏറ്റുവാങ്ങി നിങ്ങൾക്ക് വഴിയൊരുക്കിയ എന്നെ നിങ്ങൾ വഴിയാധാരമാക്കിയില്ലേ എന്ന ചോദ്യഭാവം. കാലവർഷത്തിൽ തകർന്നടിഞ്ഞ കുട്ടനാട്ടിലെ റോഡുകൾ കുളമായി മാറുമ്പോഴും എന്തേ എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കാനെന്ന അമ്മാവൻ വണ്ടിക്ക് മനസ്സിലാകുന്നില്ല. മറ്റാർക്കും അറിയാത്ത എത്രയോ അഴിമതി കഥകളുടെ മൂകസാക്ഷിയായതുകൊണ്ടാവുമോ? ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും അഴിമതിയും അടിച്ചുമാറ്റലും കണ്ട് എത്രയോ വട്ടം ഞെട്ടിയിട്ടുണ്ടാകും ആ ഭാരിച്ച ഹൃദയം. 100-120 കിലോമീറ്റർ വേഗതയിൽ താമരശ്ശേരി ചുരമിറങ്ങിയതിന്റെ അഹങ്കാരമൊന്നുമല്ല ഈ അമ്മാവൻ വണ്ടിയുടെ മുഖത്തിപ്പോൾ. ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് തന്നെ ഇവിടെ കൊണ്ട് തള്ളിയ PWD അധികൃതരുടെ അവഗണനയിലുള്ള പ്രതിഷേധമാണ്. ക്യാമറാമാൻ മഡോണ വർഗീസിന്റെ ക്യാമറ കാഴ്ചകൾക്കൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCV വാർത്തകൾ. ആലപ്പുഴ കനാൽ നവീകരണത്തിന്റെ മറവിൽ വൻ അഴിമതി നടക്കുന്നുവെന്നാരോപിച്ച് DYFI പ്രവർത്തകർ ഉപരോധ സമരം സംഘടിപ്പിച്ചു. ഇറിഗേഷൻ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയാണ് ഉപരോധിച്ചത്. കനാലിലെ ചെളി മാറ്റുന്നതിന്റെ മറവിൽ മണൽ കടത്തുന്നു എന്നാരോപിച്ചാണ് DYFI ഉപരോധവുമായി രംഗത്തു വന്നത്. ആലപ്പുഴ മിനി സിവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന ഓഫീസിലെത്തിയാണ് എഞ്ചിനീയറെ തടഞ്ഞുവെച്ചത്. കനാൽ നവീകരണവുമായി ബന്ധപ്പെട്ട് കനാൽ നവീകരണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ അതിന്റെ സൗന്ദര്യവൽക്കരണവും ലാൻഡ്സ്കേപ്പിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൗന്ദര്യവൽക്കരിച്ച പ്രദേശത്തേക്ക് ഈ മറ്റ് സ്ഥാപനങ്ങളും മാറിവെക്കാനും സൗന്ദര്യവൽക്കരിച്ച ആ ചെയ്ത പ്രവൃത്തി പൂർണ്ണമായി നഷ്ടപ്പെടുത്താൻ, നശിപ്പിച്ചു കളയാൻ കഴിയുന്ന നിലയിലുള്ള നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതൊന്നാമത്തെ പ്രശ്നം. രണ്ട്, ഈ കനാലിൽ നിന്നും നിയമപരമായി ഇവിടെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള എസ്റ്റിമേറ്റ് അനുസരിച്ച് അത് സംബന്ധിച്ച വർക്ക് പ്ലാൻ ചെയ്തതനുസരിച്ചല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള വലിയ ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നു. നിശ്ചിത അളവിലാണ് അവിടുന്ന് ചെളിയും അതിന്റെ മേൽത്തട്ടിലുള്ള ചെളിയും മറ്റു മാലിന്യങ്ങളും മാറിമാറ്റാൻ ബന്ധപ്പെട്ട കരാറുകാരൻ ഇത് സംബന്ധിച്ച് കരാർ കൊടുത്തത് എങ്കിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ആഴത്തിൽ ആ കനാലാകെ ഡീപ്പൻ ചെയ്ത് വലിയ അളവിലുള്ള മണൽ ഇതുമായി ബന്ധപ്പെട്ട് കടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ ആലപ്പുഴ കനാലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായി നടക്കുന്ന പ്രവർത്തികൾ നിർത്തിവെക്കുമെന്ന് എഞ്ചിനീയർ ഉറപ്പു നൽകിയതിനെ തുടർന്ന് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. DYFI പ്രവർത്തകരായ VG വിഷ്ണു, AP സോന, S സനിൽ തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. ആശങ്കകളും പ്രതിസന്ധികളും ഏറെയുണ്ടെങ്കിലും പ്രതീക്ഷയോടെ പുഞ്ചകൃഷിയിലേക്ക് നീങ്ങുകയാണ് കുട്ടനാടൻ കർഷകർ. കാർഷിക കലണ്ടർ കൃത്യമായി പിന്തുടരാൻ കഴിയാത്തതാണ് കുട്ടനാടൻ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. കഴിഞ്ഞ പുഞ്ചകൃഷിയേക്കാൾ 1500 ഹെക്ടറിലധികം സ്ഥലത്ത് കൃഷി ഇറക്കുവാനുള്ള തീരുമാനത്തിലാണ് കർഷകർ. കൃഷി ഇറക്കുന്നതിലെ കാലതാമസം ഇക്കുറിയും പരിഹരിക്കപ്പെടാൻ സാധ്യതയില്ല. സമീപകാലത്ത് കാർഷിക മേഖലയിൽ ഉണ്ടായ കനത്ത തിരിച്ചടികൾ കർഷകർക്ക് വൻ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവച്ചത്. കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിൽ 28,200 ഹെക്ടറിലാണ് ഇത്തവണ പുഞ്ചകൃഷി ഇറക്കുന്നത് എന്നാണ് ജില്ലാ കൃഷി ഓഫീസർ തന്ന കണക്ക്. കഴിഞ്ഞ പുഞ്ച രണ്ടാം കൃഷി സീസണിൽ നിരവധി പാടശേഖരങ്ങളിൽ മടവീഴ്ച ഉണ്ടാവുകയും വരൾച്ചയിലടക്കം കൃഷി നശിച്ചിരുന്നു. ഇതുമൂലം കർഷകർക്കുണ്ടായ നഷ്ടം പരിഹരിക്കുവാനുള്ള ധനസഹായ വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കാലവർഷത്തിൽ 45.27 കോടിയുടെയും വരൾച്ചയിൽ 2 കോടി രൂപയുടെയും നഷ്ടമാണ് ജില്ലയിൽ ഉണ്ടായത്. രണ്ടാം കൃഷിയുടെ വിളവെടുപ്പ് പൂർത്തിയാകാത്തത് പുഞ്ചകൃഷി വൈകാൻ കാരണമാകുന്നുണ്ട്.
വിളവെടുപ്പിനും പുഞ്ചയ്ക്കും ഭീഷണിയാവുകയും ചെയ്യുന്നു. രണ്ടാം കൃഷിയുടെ കൊയ്ത്ത് ഡിസംബർ ജനുവരി വരെ നീളുന്ന സാഹചര്യത്തിൽ പുഞ്ചകൃഷിയുടെ വിത മെയ് വരെ നീളും. ഇതുമൂലം വേനൽ മഴ വിളവ് നശിപ്പിക്കുമെന്ന ആധിയും കർഷകർക്കുണ്ട്. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും റോഡിന് തുക അനുവദിച്ചു. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പുളിങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജ് വെമ്പാടംതറ റോഡിനാണ് 8 ലക്ഷം രൂപ അനുവദിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ജേക്കബ് മന്ത്രി അടൂർ പ്രകാശിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് മദ്യനിരോധനം സമ്പൂർണ്ണമാക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കവേ ആളില്ലാ പടയായി എക്സൈസ് വലയുന്നു. പുതിയ റേഞ്ചുകൾ സ്ഥാപിക്കുന്നതടക്കം എക്സൈസിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ യോഗത്തിൽ വകുപ്പ് മന്ത്രി നടത്തിയ പ്രഖ്യാപനവും പാലിക്കപ്പെട്ടില്ല. വ്യാജമദ്യവും സ്പിരിറ്റും തടയാനുള്ള ഫലപ്രദമായ ഇടപെടലിന് അംഗസംഖ്യയിലെ കുറവ് എക്സൈസിന് എക്കാലവും തലവേദനയായിരുന്നു. ബാറുകൾ പൂട്ടുകയും ഘട്ടം ഘട്ടമായി നിർത്തലാക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന വിശാലമായ വ്യാജമദ്യ ലോകത്തെപ്പറ്റി ഓർക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് എക്സൈസ് സംഘം. ആൾബലത്തിലെ പോരായ്മ പോലെ തന്നെ ആയുധബലവും പരിതാപകരമാണ്. സൈബർ സെൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി പോലീസ് സേന ബഹുദൂരം മുന്നേറിയപ്പോൾ കമ്പിവടിയും പഴഞ്ചൻ വാഹനങ്ങളുമായി ഇഴയുകയാണ് എക്സൈസ്. ആലപ്പുഴ ജില്ലയിൽ കുത്തിയതോട് ചേർത്തല, ആലപ്പുഴ, കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര, കാർത്തികപ്പള്ളി, കായംകുളം, നൂറനാട് എന്നിങ്ങനെ 9 റേഞ്ച് ഓഫീസുകളാണ് ഉള്ളത്. കൂടാതെ 6 സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസുമുണ്ട്. ഇവിടെയെല്ലാം കൂടി 52 പ്രിവന്റീവ് ഓഫീസർമാരും 280 സിവിൽ എക്സൈസ് ഓഫീസർമാരും മാത്രമാണുള്ളത്. പോലീസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് തുലോം കുറവാണ്. എടത്തുവ, തോട്ടപ്പള്ളി അല്ലെങ്കിൽ മാരാരിക്കുളം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് റേഞ്ച് ഓഫീസുകൾ സ്ഥാപിക്കണമെന്ന എക്സൈസിന്റെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇക്കാര്യം അസോസിയേഷൻ നിരവധി തവണ ചൂണ്ടിക്കാട്ടിയെങ്കിലും ഫലമുണ്ടായില്ലെന്നു മാത്രം. മദ്യനിരോധനത്തിലേക്ക് സർക്കാർ കൂടുതൽ അടുത്തതോടെ വ്യാജമദ്യ ലോബി നാട്ടിൻപുറങ്ങളിലടക്കം പിടിമുറുക്കി തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 46 എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാർ വേണ്ട സ്ഥാനത്ത് 14 പേർ മാത്രമാണുള്ളത്. 1452 ഇൻസ്പെക്ടർമാർ വേണ്ട സ്ഥാനത്ത് 314 പേരും. പ്രിവന്റീവ് ഓഫീസർമാരാകട്ടെ 928 പേരാണുള്ളത്. 4360 പേർ വേണ്ട സ്ഥാനത്താണ് ഇത്രയും കുറവെന്നത് ശ്രദ്ധേയമാണ്.
എക്സൈസിന്റെ അംഗബലവും ആയുധബലവും അടിയന്തരമായി കൂട്ടിയില്ലെങ്കിൽ വ്യാജമദ്യ ദുരന്ത പരമ്പരയാണ് നാട് അഭിമുഖീകരിക്കാൻ പോകുന്നത്. രാഷ്ട്രീയ വിവാദങ്ങളെ തുടർന്ന് പ്രദർശനം നിഷേധിച്ച വസന്തത്തിന്റെ തണൽ വഴികൾ എന്ന സിനിമ നവംബർ 14 തിയേറ്ററുകളിൽ എത്തും. പി കൃഷ്ണപിള്ള കേന്ദ്ര കഥാപാത്രമാകുന്ന ചിത്രം 60-ൽ പരം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്ന് സംവിധായകൻ അനിൽ വി നാഗേന്ദ്രൻ പറഞ്ഞു. ചരിത്രപാഠം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതല്ലാതെ ചിത്രത്തിൽ രാഷ്ട്രീയമില്ലെന്ന് സംവിധായകൻ പറഞ്ഞു. കർഷക തൊഴിലാളികളായ 3000-ൽ പരം ആളുകൾ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. ആധുനികതയുടെ ശേഷിപ്പുകൾ പൂർണ്ണമായും ഒഴിവാക്കിയാണ് ചിത്രീകരണം പൂർത്തീകരിച്ചിരിക്കുന്നത്. പി കൃഷ്ണപിള്ളയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം എങ്കിലും ഗാന്ധിജിയുടെ ഉൾപ്പെടെയുള്ള സ്മരണകൾ ചിത്രത്തിലുണ്ടെന്ന് സംവിധായകൻ പറഞ്ഞു. കേരളീയ നവോത്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ ദേശീയ സ്വാതന്ത്ര്യ സമരം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേതൃത്വം നൽകിയ തൊഴിലാളി വർഗ സമരങ്ങൾ, ഇതിൻ്റെയൊക്കെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു 6 വർഷക്കാലത്തെ ഗവേഷണങ്ങളും പഠനങ്ങളും പരിശ്രമങ്ങളും ഒക്കെ നടത്തിയിട്ട് പൂർത്തിയാക്കിയ സിനിമയാണ് വസന്തത്തിൻ്റെ കനൽ വഴികളിൽ. ഈ സിനിമ തുടങ്ങും മുമ്പ് തന്നെ മാധ്യമങ്ങളൊക്കെ വളരെ പ്രാധാന്യം ഈ സിനിമയ്ക്ക് നൽകിയിരുന്നു. എല്ലാവർക്കും അറിയാം, അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മത്തിന് KR ഗൗരിയമ്മ 20 വർഷത്തിന് ശേഷം AKI സെൻറ്ററിലെത്തി ചടങ്ങിൽ പങ്കെടുത്ത വാർത്ത വളരെ പ്രധാനമായി കേരളത്തിൽ വന്നതാണ്. ഏതാണ്ട് 3000-ഓളം അഭിനേതാക്കളെ അണിചേർത്തുകൊണ്ടാണ് ഈ സിനിമ പൂർത്തിയാക്കിയത്. വാർത്താ സമ്മേളനത്തിൽ ചിത്രത്തിലെ പ്രധാന താരം വിപ്ലവ ഗായിക PK മേധിനി, ഗായകനും സംവിധായകനുമായ TJ കുട്ടപ്പൻ, നടൻ ഗോപാൽ തൽഹാരം എന്നിവരും പങ്കെടുത്തു. സമസ്ത നായർ വനിതാ സമാജം സംസ്ഥാന സമ്മേളനം ഈ മാസം 25-ന് ചങ്ങനാശ്ശേരിയിൽ നടക്കും. നായർ സമുദായത്തോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മാസം 25-ാം തീയതി സമസ്ത നായർ വനിതാ സമാജത്തിന്റെ ഒരു വൻപിച്ച സമ്മേളനവും പ്രകടനവും ചങ്ങനാശ്ശേരി പെരുന്നയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഞങ്ങൾ തിരുവനന്തപുരം വെച്ച് മുഖ്യമന്ത്രിക്ക് ഒരു അവകാശ പത്രിക സമർപ്പിച്ചിരുന്നു. കൂടാതെ ഒരു ദിവസത്തെ ധർണയും സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയിരുന്നു. അന്ന് ഞങ്ങളുടെ ഡിമാൻഡ്സ് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മതിക്കുകയുണ്ടായി. എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല. അതിനാൽ നായർ സമാജത്തോട് കാണിക്കുന്ന ഈ അവഗണന വളരെ ഖേദകരമാണ്. ഞങ്ങൾ എല്ലാ ജില്ലകളിലും ഇതിനെതിരായ പ്രകടനങ്ങളും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നായർ വനിതാ സമാജം സംസ്ഥാന സമ്മേളനം ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. SNS സംസ്ഥാന ജനറൽ സെക്രട്ടറി പെരുമുറ്റം രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ പത്രപ്രവർത്തക ലീല മേനോൻ മുഖ്യപ്രഭാഷണം നിർവഹിക്കും. ശാസ്ത്രശ്രേഷ്ഠ പുരസ്കാരം ISRO മുൻ ചെയർമാൻ പത്മഭൂഷൺ ഡോക്ടർ G മാധവൻ നായർക്ക് SNS പ്രസിഡന്റ് തിരുവാർപ്പ് പരമേശ്വരൻ നായർ സമ്മാനിക്കും. PS സരോജിനിയമ്മ, K കുട്ടപ്പൻപിള്ള, രമ S കുറുപ്പ്, KR മണിയമ്മ, സുജ രതീഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. SNDP ശാഖായോഗം നാരകത്ര കൃഷ്ണപുരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ഠി വ്രതം ഈ മാസം 29-ന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആചരിക്കും. ദേവസ്വം പ്രസിഡന്റ് PP മോഹനൻ, സെക്രട്ടറി NK ശിവൻകുട്ടി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. നെല്ല് ചുമടുമായി ബന്ധപ്പെട്ട ആലപ്പുഴ ജില്ലാ ലേബർ ഓഫീസർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ചുമട്ടുതൊഴിലാളി യൂണിയൻ കുട്ടനാട് താലൂക്ക് സെക്രട്ടറി KD മോഹനൻ. മലിനമാകുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ. ചമ്പക്കുളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പരിസരം ചീഞ്ഞു നാറുന്നു.
അനാഥമാകുന്ന അമ്മാവൻ വണ്ടി ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് PWD. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.